ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ കൂടുതൽ ആളുകൾ ബിജെപിയിൽ നിന്നടക്കം പാർട്ടിയിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന പ്രഖ്യാപനവുമായാണ് 60 പേരുടെ പാർട്ടി പ്രവേശം സിപിഎം ആഘോഷമാക്കിയത് പത്തനംതിട്ടയിൽ. ആരോഗ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ പക്ഷേ ചെങ്കൊടിയേന്താനെത്തിയത് കാപ്പ കേസ് പ്രതി. സർക്കാർ രേഖപ്രകാരം അറിയപ്പെടുന്ന റൌഡി. എടപ്പാളിൽ CITU അക്രമം ഭയന്ന് കെട്ടിടത്തിൽ നിന്ന് ചാടിയ തൊഴിലാളിയുടെ കാല് രണ്ടും ഒടിഞ്ഞു. ജില്ലാ പ്രസിഡന്റിന്റെ ഭാഷയിൽ അത് രക്ഷാപ്രവർത്തനമാണ്. ഒരു വഴിക്ക് നോക്കിയാൽ ചെങ്കൊടി പിടിക്കാൻ റൌഡികൾ വേണോ? പാർട്ടിയിലേക്ക് ക്രിമിനൽ റിക്രൂട്ട്മെന്റോ? തിരുത്തിന് പുതിയ കാര്യപരിപാടിയോ? കാപ്പയില്ലെന്നു തള്ളുന്നത് ആരുടെ കണ്ണിൽ പൊടിയിടാൻ? ഇതാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ഡോക്ടർ ഷിജു ഖാൻ CPM-ൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് ശ്രീ KP നൌഷാദ് അലി, JR പത്മകുമാർ BJP-യിൽ നിന്ന്. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. ഡോക്ടർ ഷിജു ഖാൻ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം, പറയൂ. ഡോക്ടർ ഷിജു ഖാൻ, പാർട്ടിക്ക് എന്തിനാണ് അറിയപ്പെടുന്ന റൌഡികളെ? ഇന്നത്തെ ചർച്ചയുടെ വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPIM തെറ്റുതിരുത്തൽ എന്ന നിലയിലുള്ള ചില ചർച്ചകളിലേക്ക് കടക്കുന്നതായും ആ വിഷയത്തെ സംബന്ധിച്ച് ടെലിവിഷനിൽ പ്രതികരിക്കണം എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചുമാണ് ഞാൻ ഇവിടെ നിയോഗിക്കപ്പെട്ടത്. ഈ ചർച്ചയിൽ വരുമ്പോഴാണ് ഈ പത്തനംതിട്ടയിലെയും മലപ്പുറത്തെയും രണ്ട് പ്രത്യേക സംഭവങ്ങളെ അധികരിച്ചാണ് ചർച്ച എന്ന് ഞാൻ മനസ്സിലാക്കിയത്. പൊതുവായി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ CPIM സമീപിച്ച രീതിയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളുമൊക്കെ വിശകലനം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഒരു ചർച്ചയിലേക്ക് മറ്റ് രണ്ട് വിഷയങ്ങൾ കടന്നു വരുന്നു. അക്കാര്യത്തിൽ എനിക്ക് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല പ്രതികരിക്കാൻ. പ്രേക്ഷകരോട് ഞാൻ അക്കാര്യം ഒന്ന് സംവദിച്ചത് മാത്രമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങ് മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. അങ്ങ് ആ കാര്യം വിശദീകരിച്ച സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശ്രീ ഷിജു ഖാൻ, ഇപ്പോൾ നമ്മൾ തമ്മിൽ ഇന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ആ വിഷയം സംസാരിച്ചിട്ടില്ല. ഞാൻ അങ്ങേ ഈ ചർച്ചയിലേക്ക് നിയോഗിച്ച AKG സെന്റർ പ്രതിനിധിയുമായിട്ടാണ് ആ വിഷയം പറഞ്ഞത്. മാത്രമല്ല, ഞാൻ ആ വിഷയം ചോദിക്കുമ്പോൾ ഈ വിഷയങ്ങളിൽ നിങ്ങൾ ഇന്ന് അതിഥികളെ അനുവദിക്കുന്നുണ്ടോ എന്നത് പ്രത്യേകമായി എടുത്തു ചോദിച്ചാണ് അതിഥി ആവശ്യപ്പെട്ടത്. അതിന് പ്രകാരമാണ് തന്നത്. ഞാൻ വിചാരിക്കുന്നത് അങ്ങും അങ്ങയുടെ പാർട്ടിയും തമ്മിലുള്ള ആശയവിനിമയത്തിലുണ്ടായ പ്രശ്നമാണ്. മറ്റു ചാനലിലേക്കടക്കം അതിഥിയെ കൈമാറുന്നതിനനുസരിച്ച് മറ്റു ചാനലുകളിൽ എടുക്കുന്ന വിഷയമായി ഒരു സംശയം വന്നിട്ടുണ്ടാകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങ് പറഞ്ഞോളൂ. അല്ല, എനിക്ക് ഇപ്പോൾ ഈ പ്രസ്തുത ഏതെങ്കിലും മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചും പ്രതികരിക്കുന്നതിലൊന്നും പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. ശരി, നിങ്ങളുടെ അവതരണത്തിലൂടെയാണ് ഈ പത്തനംതിട്ടയിലെ ഒരു സംഭവത്തെ സംബന്ധിച്ച് നിങ്ങൾ ചില ചോദ്യങ്ങൾ ഇവിടെ ഉന്നയിച്ചത്. അപ്പോൾ BJP-യിൽ നിന്നും RSS-ൽ നിന്നുമൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടും അവരുടെ വർഗീയ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടും അവർ സ്വീകരിക്കുന്ന സമീപനങ്ങളോട് കലഹിച്ചുകൊണ്ടും ഒട്ടേറെ പേർ കേരളത്തിൽ പലയിടങ്ങളിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് വന്നിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുണ്ട്, മുസ്ലിം ലീഗിൽ നിന്ന് വന്നിട്ടുണ്ട്. പൂർവ്വകാലത്ത് ഇടതുപക്ഷവുമായും CPIM-ഉമായും ശക്തമായ വിയോജിപ്പുകൾ ഉള്ള ആളുകൾ തന്നെയും പിന്നീട് അവരുടെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് അവരുടെ നിലപാടുകൾ തിരുത്തി ഇടതുപക്ഷവുമായിട്ട് സഹകരിക്കാറുണ്ട്. അങ്ങനെ ഇടതുപക്ഷവുമായി ആരെങ്കിലും സഹകരിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ സഹകരിക്കേണ്ടതില്ല. നിങ്ങൾ വർഗീയ രാഷ്ട്രീയ നിലപാടുമായിട്ട് പോയാൽ മതി. അവർ സ്വീകരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങളുമായും ജനാധിപത്യ വിരുദ്ധ നിലപാടുകളുമായിട്ടും നിങ്ങൾ സഹകരിച്ചാൽ മതി. ഇടതുപക്ഷവുമായോ CPIM-ഉമായോ സഹകരിക്കേണ്ടതില്ല എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കാറില്ല. ഞാനിപ്പോൾ ഇരിക്കുന്നത് CPIM-ൻ്റെ അരുവിക്കര ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ്. കോൺഗ്രസിൻ്റെ ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ KPCC എക്സിക്യൂട്ടീവ് അംഗം വരെയായി പ്രവർത്തിച്ച ശ്രീ വെള്ളനാട് ശശിയാണ് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി. ഞാൻ ആ ഇലക്ഷൻ്റെ വർക്കിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടി നിൽക്കുമ്പോഴാണ് ഈ ചർച്ചയ്ക്ക് നിയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് പൂർവ്വകാലത്ത് നിങ്ങളുടെ രാഷ്ട്രീയം എന്തായിരുന്നു എന്നത് മാത്രമല്ല, വർത്തമാനകാലത്ത് നിങ്ങൾ അതിൽ നിന്ന് വിച്ഛേദിച്ചുകൊണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അവരുമായിട്ടുള്ള ബന്ധം വിട്ടുകൊണ്ട് ഒരു ശരിയുടെ പാത തിരഞ്ഞെടുക്കാൻ വരുന്നവരെ തീർച്ചയായിട്ടും നമുക്ക് ആ ശരിയുടെ പാതയിലേക്ക് സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞകാല ചെയ്തികൾ വെച്ചുകൊണ്ട് അവരെ നമ്മൾ മാറ്റി നിർത്തുക, തൊട്ടുകൂടാത്തവരായി പ്രഖ്യാപിക്കുക, അങ്ങനെ ഒരു സമീപനം
ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ലല്ലോ മാധു. അതെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങോട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. ശ്രീ ഷിജു ഖാൻ, അതായത് ഈ അറിയപ്പെടുന്ന റൗഡി എന്നുള്ള പ്രയോഗം എൻ്റേതല്ല. അത് ഈ കാപ്പ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥ ഇൻവേർട്ടഡ് കോമയിൽ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രയോഗമാണ് അറിയപ്പെടുന്ന റൗഡി എന്നുള്ളത്. 2023 ജൂലൈയിലാണ്, ഏതാണ്ട് ഒരു വർഷക്കാലം മുമ്പ് ഇദ്ദേഹത്തിനെതിരെ കാപ്പ ചുമത്തിയത്. നവംബറിൽ ഈ കാപ്പ നിലനിൽക്കുമ്പോൾ അങ്ങേക്കറിയാമല്ലോ മറ്റു കേസുകളിൽ ഉൾപ്പെടാൻ പാടില്ല എന്നുള്ളത്. 2023 ഇദ്ദേഹം ഒരു അടിപിടി കേസിൽ പ്രതിയാകുന്നു. അതോടുകൂടി കാപ്പ നിയമം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് അയാൾക്കെതിരെ വേറെ കേസ് വരുന്നു. അതിനുശേഷം ഇദ്ദേഹം ഒരു കൊലപാതക ശ്രമ കേസിൽ കൂടി പെടുന്നു. 2 ആഴ്ച മുമ്പാണ് ഇദ്ദേഹം പുറത്തു വരുന്നത്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ക്രിമിനൽ പശ്ചാത്തലം എന്ന് പറയുന്നത്. BJPയിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ട്, RSSൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ട് അക്രമ സ്വഭാവമുള്ള ആളുകൾ CPMലേക്ക് വരിക എന്ന് പറഞ്ഞാൽ RSSലും BJPയിലും ഒക്കെ താരതമ്യേന അക്രമ സ്വഭാവം കുറവാണ് എന്നാണോ അങ്ങ് പറയുന്നത്? അതായത് 2 കാര്യങ്ങളാണ്. ഒന്നിപ്പോൾ നമ്മുടെ വാർത്തകൾ കാണുന്നത് പ്രകാരം, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് വാർത്തകൾ ഇങ്ങനെ സെർച്ച് ചെയ്യുകയുണ്ടായി. ഏതാണ്ട് 60 പേരാണ് CPIMുമായി സഹകരിക്കാൻ തീരുമാനിച്ചത് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. RSSും BJPയും അത്തരം രാഷ്ട്രീയ നിലപാടിൽ നിന്ന് വിയോജിച്ചുകൊണ്ടും അവരോട് വിയോജിച്ചുകൊണ്ട് ഏതാണ്ട് 60 പേരാണ്. അതിൽ 59 പേരെക്കുറിച്ചും മാധുവിനോ മാതൃഭൂമി ചാനലിനോ ഒന്നും പ്രത്യേകിച്ച് തർക്കം ഉന്നയിക്കുന്നില്ല. അവരുടെ ഭൂതകാലമോ അവരുടെ പൂർവ്വകാലമോ ഒന്നും നിങ്ങൾ ചെകയുന്നില്ല, നിങ്ങളുടെ അവതരണത്തിൽ പറയുന്നുമില്ല. ഒരാളെ സംബന്ധിച്ചാണ് ഇങ്ങനെ കാപ്പ ചുമത്തിയത് ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ ലഭ്യമല്ല. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ RSSൻ്റെയോ BJPയുടെയോ ഒക്കെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അത്തരം അക്രമ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ചെയ്ത കാലഘട്ടത്തിലൊക്കെ സ്വീകരിച്ച നിലപാടുകളുണ്ട്. ആ സ്വീകരിച്ച നിലപാടുകളിൽ നിന്ന് മാറിയാണല്ലോ അവർ അങ്ങനെ അപ്രകാരം വരുന്നുണ്ടെങ്കിൽ അവരിടതുപക്ഷവുമായിട്ട് സഹകരിക്കുന്നത്, അല്ലെങ്കിൽ CPIMുമായി സഹകരിക്കുന്നത്. അവരുടെ പൂർവ്വകാല രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും ഇത്തരം സംഭവങ്ങളുടെ ഭാഗമായിട്ടും ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തണം. അപ്രകാരം തിരുത്തലിന് വിധേയമാകണം. അത്തരം സ്വഭാവ പ്രവണതകൾ തിരുത്തപ്പെടേണ്ടതാണ് എന്ന് CPIMൻ്റെ കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്, രാഷ്ട്രീയമുണ്ട്. മറ്റേതെങ്കിലും രാഷ്ട്രീയ ഇതര കേസുകളിൽ, രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധമില്ലാത്ത നിങ്ങൾ പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ കേസുകൾ ഉണ്ടെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും അത്തരം സമീപനങ്ങളിൽ നിന്ന് മാറി ശരിയുടേതായ ജനാധിപത്യ മൂല്യങ്ങളുടേതായ ഒരു പാതയാണ് ഒരാൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ട്രാഫിക് പോലീസുകാരൻ ഒരു സ്റ്റോപ്പ് ബോർഡ് വെച്ച് ഇങ്ങനെ കൈ കാണിക്കുന്നത് പോലെ സിഗ്നലിൽ കാണിച്ചു നിർത്തണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അതോ ഞാൻ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ഇദ്ദേഹത്തിനെതിരെയുള്ള കാര്യങ്ങൾ പറയാം. നരഹത്യാശ്രമം, അസഭ്യം വിളി, നാശനഷ്ടപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ, മാരകായുധം ഉപയോഗിച്ചുള്ള അക്രമം, സംഘം ചേർന്നുള്ള അക്രമം തുടങ്ങിയതൊക്കെ ഈ ഇദ്ദേഹത്തിനെതിരെയുള്ള 12 കേസുകളിൽ 11 രാഷ്ട്രീയ കേസുകളാണ് കേട്ടോ. നമുക്കൊന്നും ഒളിച്ചു വെക്കാനോ അജണ്ടയും ഒന്നുമില്ല. സ്ത്രീകളെ ശല്യം ചെയ്യലടക്കമുള്ള കേസുകൾ കൂടിയുണ്ട് എന്ന് ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. രണ്ടാമത്തേത് അങ്ങ് പറഞ്ഞു 59 പേരെ പറ്റി പരാതിയില്ല, ഒരാളെ പറ്റിയാണ് പരാതി എന്ന്. ഞാൻ ഈ ചോദ്യം ഒന്ന് പൂർത്തീകരിക്കട്ടെ. 60-1 അറിയപ്പെടുന്ന റൗഡി വേണമെന്നൊരു അനുവാദമുണ്ടോ നമുക്ക്? അല്ല, ഞാൻ പറഞ്ഞ മാധു, ഞാനിന്ന് പിന്നെ സെൻട്രൽ ജയിലിലും തിരുവനന്തപുരം വനിതാ ജയിലിലും ഈ നെറ്റ് അട്ടിമറിക്കെതിരായിട്ട് സമരം ചെയ്ത് അടയ്ക്കപ്പെട്ട SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഉൾപ്പെടെയുള്ളവരെ സന്ദർശിച്ചിട്ടാണ് ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പോൾ ഒരു ഇപ്പോൾ ഇവരെല്ലാം പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ അടയ്ക്കപ്പെടുന്നത്. പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സമരങ്ങളുടെ ഭാഗമായിട്ടാണ് അടയ്ക്കപ്പെടുന്നത്. എനിക്കും നിരവധി കേസുകൾ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ പേരിലും ചുമത്തപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ പരാമർശിച്ച ആളുടെ പേരിൽ ഏത് തരം കേസുകളും അതിൻ്റെ സ്വഭാവമാണെന്ന് എൻ്റെ കയ്യിൽ ഇപ്പോൾ പ്രത്യേകിച്ച് രേഖകളൊന്നുമില്ല. പിന്നെ സംഘം ചേരലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ പരാമർശിച്ച ചില വിഷയങ്ങളുമൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടാകാം. എനിക്ക് അതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ എൻ്റെ കയ്യിൽ ലഭ്യമല്ല. നിങ്ങളുടെ കയ്യിലുള്ള റിപ്പോർട്ട് തന്നെ എൻ്റെ ഇല്ല. നിങ്ങൾ തീർച്ചയായിട്ടും നോക്കാം. ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യമേ ഉള്ളൂ.
ഞാൻ നോക്കാം. ഞാൻ സൂചിപ്പിച്ചത് ഒരു കാര്യമേ ഉള്ളൂ. നമ്മളൊരു ഒരാളെ ഇപ്പോൾ ഞാനിപ്പോൾ സാന്ദർഭികമായി പറയുകയാണ്. എൻ്റെ പിതാവ് അടിയന്തരാവസ്ഥ കാലത്ത് ദീർഘകാലം ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. ഞാനിപ്പോൾ നിങ്ങളീ പറഞ്ഞ ആളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ ഈ മലയാളപ്പുഴയിലെ സംഭവം അതിൻ്റെ വിശദാംശങ്ങൾ എൻ്റെ കയ്യിൽ ലഭ്യമല്ല. പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് ഒരു കാര്യം പറയാം. എൻ്റെ പിതാവ് ദീർഘകാലം ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരായി സമരം ചെയ്ത് ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. മിസ നിയമപ്രകാരം ജയിൽ കിടന്നിട്ടുള്ള ആളാണ്. ദേശരക്ഷാ നിയമപ്രകാരം ജയിൽ കിടന്നിട്ടുള്ള ആളാണ്. അങ്ങനെ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന് കരുതിയോ അല്ലെങ്കിൽ അപ്രകാരമുള്ള കേസുകൾ വന്നു എന്ന് കരുതിയോ നമ്മളങ്ങനെ അവരെയൊക്കെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായും എന്നേക്കും നിങ്ങൾ അവസാനിപ്പിച്ചു പോകണം എന്നൊരു നിലപാടാണോ സ്വീകരിക്കേണ്ടത്? ഞാനിപ്പോൾ അങ്ങേക്ക് അയച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ സ്ത്രീകളെ ശല്യം ചെയ്യൽ എന്നൊരു ആരോപണം കൂടിയുണ്ട്. ആരോപണമല്ല, സർക്കാർ രേഖയിൽ എഴുതുമ്പോൾ അത് വസ്തുതയായിരിക്കണമല്ലോ, അങ്ങനെയല്ലേ? പിന്നെ ഇദ്ദേഹം ജയിലിൽ കിടന്നതൊക്കെ നമ്മുടെ സർക്കാർ അധികാരത്തിലുള്ളപ്പോഴാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു കള്ളക്കേസിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായ ലക്ഷ്യത്തോടെ ആളുകളെ എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവരെ പിടിച്ച് ജയിലിലിടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സർക്കാരിൻ്റെ കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ട് എങ്കിൽ ശരി. പക്ഷേ ഇതിൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പരാമർശങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അല്ല മാധു, ഞാൻ അതിനകത്തിപ്പോൾ ഇത്തരം നിങ്ങൾ ഏതൊക്കെ കേസുകൾ പറയുന്നു, ഏതൊക്കെ ഇതിലൊന്നും ഇല്ലെന്നോ അല്ലെങ്കിൽ ഈ കേസുകളൊന്നും എനിക്കറിയില്ലെന്നോ അല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് അതിൻ്റെ ബന്ധപ്പെട്ട രേഖകൾ എൻ്റെ കയ്യിലില്ല. ഞാൻ പറയുന്നത് ഇനി CPM-കാരെ, ഇടതുപക്ഷക്കാരെ അല്ലെങ്കിൽ നാട്ടിലെ മതനിരപേക്ഷവാദികളായിട്ടുള്ള ആളുകളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് അതിൻ്റെ ഭാഗമായിട്ട് കേസുകളുള്ള ഒരാളാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടി പ്രവർത്തകരെ ആക്രമിച്ച് കേസുകളിൽ പ്രതിയായ ഒരാളാണെന്നിരിക്കട്ടെ, അയാൾ ചിന്തിക്കുന്നു, അയാൾ സ്വയം തീരുമാനമെടുക്കുന്നു. തന്നെ ഇതിനൊക്കെ പ്രേരിപ്പിച്ച രാഷ്ട്രീയമാണ് RSSന്റെ രാഷ്ട്രീയം, തന്നെ ഇതിനൊക്കെ പ്രേരിപ്പിച്ച രാഷ്ട്രീയമാണ് BJP-യുടെ രാഷ്ട്രീയം. അതിനോട് ഞാൻ ഗുഡ് ബൈ പറയുന്നു. എനിക്ക് നിങ്ങളുമായി ബന്ധമില്ല, ഞാൻ ഒരു പുതിയ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ രണ്ട് വഴിയുണ്ടെന്ന് മാധു പറഞ്ഞ പോലെ നമുക്ക് പിന്തുടർന്ന് വേട്ടയാടാം. നിങ്ങൾ ഇന്നലെ അങ്ങനെ ആയിരുന്നു, നിങ്ങൾ മെനഞ്ഞാന്ന് അങ്ങനെ ആയിരുന്നു, നിങ്ങൾ ജനിച്ച കാലം മുതൽ റൗഡി ആയിരുന്നു, നിങ്ങളുടെ വഴി മുഴുവൻ തെറ്റായ വഴി നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം. അത് നിങ്ങൾക്ക് വ്യക്തിപരമായി പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലപാട് തെറ്റായ വഴിയിൽ നിന്ന് തിരുത്താൻ ഒരാൾ തയ്യാറാവുകയും അങ്ങനെ തിരുത്താൻ വരുന്ന ഒരാളുടെ തിരുത്തൽ പ്രക്രിയ സ്വീകരിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ രാഷ്ട്രീയ ബന്ധം RSSും ഉപേക്ഷിച്ചു വരാൻ തീരുമാനിച്ചാൽ അങ്ങ് പറയുന്നത് ഒരു സ്വാഭാവിക ബുദ്ധിക്ക് നിരക്കുന്ന ഒന്നാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയുന്നു, ചോദ്യമായിട്ടല്ല. അങ്ങ് അടുത്ത ഊഴത്തിലേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ അയച്ച ആ റിപ്പോർട്ട് കൂടി അങ്ങ് വായിക്കണമെന്ന് കൂടി പറയുന്നു. രണ്ട് കാര്യങ്ങളാണ് എനിക്കതിൽ പറയാനുള്ളത്. ഒന്ന്, പാർട്ടി പ്രത്യയശാസ്ത്ര ബോധമില്ലാത്ത ഇടതുബോധമില്ലാത്ത ആളുകൾ പാർട്ടിക്കുള്ളിലേക്ക് കയറിയത് കൊണ്ട് ഉണ്ടാകുന്ന അപജയം എന്ന് പറഞ്ഞത് പാർട്ടി സെക്രട്ടറിയാണ്. അതായത് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം, രാഷ്ട്രീയം, പാർട്ടി മുന്നോട്ട് വെക്കുന്ന നയം, പരിപാടി ഇതൊന്നും അറിയാത്ത ആളുകൾ പാർട്ടി അംഗങ്ങളായി വരുന്നത്. അതിനെ എതിർത്ത ഒരാളുടെ പേര് പാർട്ടി സെക്രട്ടറിയാണ്, അദ്ദേഹത്തിൻ്റെ പേര് MV ഗോവിന്ദൻ എന്നുള്ളതാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിയാകുന്ന ഒരാൾ, 2 ആഴ്ച മുമ്പ് മാത്രം ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരാൾ, അദ്ദേഹത്തിന് മാനസാന്തരം വന്നു എന്ന് അവകാശപ്പെടുന്ന ദിവസങ്ങൾ ഈ 10-20 ദിവസമാണ് എങ്കിൽ അതിൻ്റെയൊക്കെ തീവ്രത നമുക്ക് അളന്നെടുക്കാൻ കഴിയുമോ, അതിനുള്ള സംവിധാനം നമുക്കുണ്ടോ എന്നുള്ളതൊക്കെ ചോദ്യങ്ങളായി അവശേഷിക്കുന്നുണ്ട്. ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ JR പത്മകുമാർ, നിങ്ങളുടെ രാഷ്ട്രീയം, ശ്രീ JR പത്മകുമാർ RSSന്റെ BJP-യുടെ അക്രമ രാഷ്ട്രീയം വെടിഞ്ഞു വന്നവരാണ്. അതിൽ നിന്ന് പിന്നോട്ട് പോകണം, അതിൽ നിന്ന് നല്ല പാതയിലേക്ക് വരണമെന്ന ഉറച്ച ബോധ്യത്തോടെ വരുന്നവരെ CPM മാറിയ മനസ്സോടുകൂടി കൈതുറന്ന് സ്വീകരിക്കുകയാണ്. നിങ്ങളുടെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് വരുന്നവർ, അവരിലൊരാളാണ് ഇദ്ദേഹവും. വളരെ വിചിത്രമായൊരു ന്യായീകരണമാണ് ഷിജു ഖാന്റെ കേസ്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഷിജു ഖാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് വളരെ ഖേദം തോന്നുന്നു. അത്തരത്തിലൊരു പ്രത്യേകിച്ച് ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ ഈ ഇത്തരം ഒരു അക്രമിയെ ന്യായീകരിക്കാൻ അദ്ദേഹം പല ഉദാഹരണങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേറൊന്നും പറയുന്നില്ല. അദ്ദേഹത്തെ ഈ പ്രവർത്തകന് സ്വീകരണം കൊടുത്ത സമയത്ത് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഈ CPM-ലേക്ക് വന്നു? അപ്പോൾ കൈരളിയുടെ ഒരു ലേഖകൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടികൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ഷിജു ഖാൻ ഒന്ന് അത് കാണണം അല്ലെങ്കിൽ കേൾക്കണം, അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഞങ്ങളെ ഇടക്കാലത്ത് അദ്ദേഹം ഞങ്ങളുമായി സഹകരിച്ചു, ആ ചെറുപ്പക്കാരൻ സഹകരിച്ചു എന്നുള്ളത് സത്യമാണ്. അവിടെ BJP പാർട്ടി നേതാക്കന്മാർ ഞങ്ങളെ സംരക്ഷിക്കുന്നില്ല, സഹായിക്കുന്നില്ല. എന്തിന്? അതാണ് പ്രധാന പ്രശ്നം. ഞങ്ങൾ ഈ പാർട്ടി വിടാൻ കാരണം
ഞങ്ങളെ BJPയുടെ നേതാക്കന്മാർ സംരക്ഷിക്കുന്നില്ല, കേസുകളിൽ പ്രതിയാകുമ്പോൾ ഞങ്ങളെ സംരക്ഷിക്കുന്നില്ല. കൈരളിയുടെ ലേഖനോട് പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് അപ്പോൾ ചോദിച്ചു CPM സംരക്ഷിക്കും. അപ്പോൾ ആരെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഒരു മിനിമം എല്ലാവർക്കും അറിയാം. ഒരു ആളിൻ്റെ പേരിൽ അദ്ദേഹം പറഞ്ഞൊരു ന്യായീകരണം, പോലീസ് എടുത്ത കേസ് ഈ SFIയുടെ നേതാക്കന്മാർ അനുശ്രീ ഉൾപ്പെടെ ജയിലിൽ കിടക്കുന്നതുമായി താരതമ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒരാൾക്കെതിരായി കാപ്പ ചുമത്തണമെങ്കിൽ ആ ആക്ട് അനുസരിച്ച് കേസെടുക്കണമെങ്കിൽ എന്താണ് അതിന് സ്വീകാര്യമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ? ഒന്നുകിൽ ഷിജുഖാൻ മാധു പറഞ്ഞതുപോലെ അംഗീകരിക്കണം, രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കുരുക്കിയാണ് ഇതുപോലെ കേസെടുത്തതിന് ശേഷം കാപ്പ അനുസരിച്ച് നാട് കടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അല്ല എങ്കിൽ യഥാർത്ഥത്തിൽ അതിന് അനുസൃതമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ടാവണം. ഈ കേസിൽ അങ്ങനെ ശിവചരൺ എന്തോടെ പേര്, അദ്ദേഹത്തിൻ്റെ ശിവചരൺ എന്തോടെ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കാപ്പ അനുസരിച്ച് ഒരു വാണിംഗ് കൊടുത്തു. അദ്ദേഹത്തിന് നാട് കടത്തേണ്ടതാണ്. കാപ്പ അനുസരിച്ച് ചാർജ് ചെയ്തതിനു ശേഷം അതിൽ തന്നെ ഒരു ആക്ടിലെ പ്രൊവിഷൻ 15(3)(4) ആണ്. അതിനനുസരിച്ചിട്ടൊരു വാണിംഗ് കൊടുത്തു. ഇനി നിങ്ങൾ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ നിങ്ങളെ നാട് കടത്തേണ്ടി വരും എന്നുള്ളതാണ് വാണിംഗ്. ആ വാണിംഗ് നിലനിൽക്കുമ്പോഴാണ് 308 പ്രതിയാകുന്നത്. ആ 308 IPC അനുസരിച്ച് പ്രതിയായ ആള് ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ സംസ്ഥാന ക്യാബിനറ്റിലെ ഒരു മന്ത്രി ചെന്ന് സ്വീകരിക്കുകയും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ചെന്ന് പൂമാല അണിയിച്ച് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഇനി ആ ആക്ട് അനുസരിച്ചുള്ള തുടർ നടപടികൾ നാട് കടത്തൽ എന്നുള്ള നടപടി ഉണ്ടാവുമോ? അപ്പോൾ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ കേരളത്തിൽ ഇരട്ട നീതിയാണ്. ഒരുപാട് കാലമായി കേരളത്തിൽ ഉയർന്നു വരുന്ന ഒരു ആരോപണമാണ് CPMന് അല്ലെങ്കിൽ CPMന്റെ അടികൾക്ക്. ഈ 12 കേസുകളിൽ 11 കേസുകൾ എന്ന് പറയുന്നത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കേസുകളാണ്. രാഷ്ട്രീയ കേസുകൾ എന്ന് ഞാൻ പറയുന്നില്ല, രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കേസുകൾ ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങ് പറഞ്ഞു ഇടക്കാലത്ത് നിങ്ങളോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെന്ന്. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ ശ്രീ ജയാർ. അപ്പോ നിങ്ങളുടെ പാർട്ടിയിൽ നിൽക്കുന്ന നിങ്ങളുടെ യുവജന വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ ക്രിമിനൽ കുറ്റങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള വലിയ സൗകര്യമാണോ ഉള്ളത്? അല്ല, അതുകൊണ്ടാണല്ലോ ഞങ്ങളെ സഹായിക്കില്ല എന്ന് പറഞ്ഞത്, ഞങ്ങളെ നിലപാട് സ്വീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ 12 കേസും ഒരുമിച്ച് ചുമത്തുകയല്ലോ. ഈ കാലപരിധിക്കുള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഈ പശ്ചാത്തലമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ പുറത്താക്കിയിട്ടുണ്ടോ? അങ്ങനെ അല്ലല്ലോ ഈ പറഞ്ഞത്. താങ്കൾ പറയുന്നത് ഏതെങ്കിലും ഒന്നേ ശരിയാവുള്ളൂ, രണ്ടാംഗിളും ശരിയാകില്ല. ഒന്നുകിൽ CPM രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കുടുക്കി താങ്കളെ വശത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എന്റെ അഭിപ്രായങ്ങളല്ല, എനിക്ക് ഇതിൽ വായിക്കുമ്പോഴുള്ള സംശയങ്ങളാണ്. അത് ഞാൻ അവരെ ഏകപക്ഷീയമായി കുറ്റച്ചാർത്ത് നടത്തുന്ന ചോദ്യങ്ങളല്ല, അതെനിക്ക് തെറ്റാണ്. മാധു എന്നോട് ചോദിച്ചത് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ രണ്ടാംഗിൾ അത് ശരിയാവില്ല. ഒരു ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് ഒരു ചോദ്യത്തിന് ഉത്തരവേ ഉള്ളൂ. ഒന്നുകിൽ CPM രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കുരുക്കി കാപ്പ ചുമത്തി ജയിലടയ്ക്കുന്നു എന്നുള്ള നടപടികളിലേക്ക് പോയിട്ടുണ്ട്. അത് ശരിയാണോ? അതല്ല എങ്കിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് പാർട്ടി അദ്ദേഹം പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടായിരുന്ന അല്ലെങ്കിൽ കുറച്ചു കാലം പ്രവർത്തിച്ച രാഷ്ട്രീയ സംഘടനയിൽ നിന്ന് അതിന് അനുയോജ്യമായ ഒരു സാഹചര്യമില്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ കുറ്റകൃത്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രാഷ്ട്രീയ അസൈലത്തിന് വേണ്ടിയിട്ട് വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ പോകുന്നു. അത് കേരളത്തിൽ CPM ആണ് എന്നുള്ളതാണ്. എങ്ങനെ ഉണ്ടായി? ഒറ്റ ദിവസം രാവിലെ എന്നാ പിന്നെ ഈ ചെറുപ്പക്കാരൻ കൊള്ളാമല്ലോ, ഒരു 12 കേസങ്ങ് ചുമത്തിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പിടിച്ച FIR ആയിരുന്നല്ലോ. ഒരാൾക്ക് 12 കേസ് ഉണ്ടാകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 വർഷം അല്ലെങ്കിൽ അതിനധികം വർഷം ഈ പറയുന്ന ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായി വരണം. അങ്ങനെ പശ്ചാത്തലത്തിൽ പണിയെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നിങ്ങളുടെ രാഷ്ട്രീയ സംവിധാനത്തിലുണ്ടോ? കേസുകളിൽ രാഷ്ട്രീയ പ്രവർത്തകരായി നിൽക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടി ഇടപെടുന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടാവും. അതല്ലാത്ത കേസുകളിലേക്ക് പോകുമ്പോഴാണ് അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യുന്നത്. ആ കൺട്രോൾ ചെയ്യുമ്പോൾ അദ്ദേഹം അതിന് വഴങ്ങിയില്ല എങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് പാർട്ടി എടുക്കില്ല. അതേസമയം CPM അത് എടുക്കുന്നുണ്ട്. അവിടെ എനിക്ക് ഒരു അഭയം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. ഷിജുഖാൻ പറഞ്ഞാൽ മതി. 15(3) അനുസരിച്ച് കാപ്പ ആക്ട് അനുസരിച്ച് അദ്ദേഹത്തിന് നാട് കടത്താതിരിക്കാൻ വാണിംഗ് കൊടുത്ത് അത് ഒഴിവാക്കി തൽക്കാലം ഈ കേസ് മാത്രം ചാർജ് ചെയ്ത് ഇനിയൊരു കേസിൽ പെട്ടാൽ ഞങ്ങൾ നാട് കടത്തും എന്ന് പറഞ്ഞ് പുറത്തുവിട്ട ആളിനെ സംരക്ഷിക്കുമോ? നരഹത്യാശ്രമമുണ്ട് ഇദ്ദേഹത്തിനെതിരെ, മാരകായുധം ഉപയോഗിച്ചുള്ള ആക്രമണമുണ്ട് അദ്ദേഹത്തിനെതിരെ, സംഘം ചേർന്നുള്ള ആക്രമണമുണ്ട് അദ്ദേഹത്തിനെതിരെ. അപ്പോ ഈ പറയുന്ന വകുപ്പുകളിലെല്ലാം
കേസിൽ ഉൾപ്പെടുന്ന ഒരാൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ അങ്ങോട്ട് ചോദിച്ചതുപോലെ ഒരു കാലപരിധിക്കുള്ള ഒരു ദിവസം പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാലപരിധി മുഴുവൻ അദ്ദേഹത്തിന് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായേ വരികയുള്ളൂ. ഞാൻ ഈ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കേസുകൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്നോട് പറയുകയാണ്, സമരങ്ങളുടെ ഭാഗമായുള്ള ജയിൽ ശിക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. പക്ഷേ ക്രിമിനൽ കുറ്റങ്ങളിൽ രാഷ്ട്രീയവും രാഷ്ട്രീയേതരവും ഇല്ല. ക്രിമിനൽ കുറ്റം ചെയ്താൽ അത് രാഷ്ട്രീയമല്ല, അത് ക്രിമിനൽ മെന്റാലിറ്റി ഉള്ളവർ ചെയ്യുന്ന കുറ്റകൃത്യമാണ്. അത് എങ്ങനെയാണ് നമ്മൾ രാഷ്ട്രീയം വിളിക്കുക? രാഷ്ട്രീയ ഇത് ഞങ്ങളെല്ലാവരും ഇദ്ദേഹം ചെയ്തത് രാഷ്ട്രീയ കുറ്റമാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് രാഷ്ട്രീയമായി ഇടപെട്ട് ഇപ്പം എതിരാളികൾ കള്ളക്കേസ് കുരുക്കാറുണ്ട്. അതിനപ്പുറം പോകുമ്പോഴാണ് ഞങ്ങളുടെ സംരക്ഷണം കിട്ടാതിരുന്നത്. ഞങ്ങളെ സംരക്ഷണം ഇന്നലെയല്ല അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് അദ്ദേഹത്തുമായി ഞങ്ങൾക്ക് സംഘടനാപരമായി ബന്ധമില്ല. കാരണം ഈ കാപ്പ പോലുള്ള കേസുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ പോകുന്നു. അല്ലെങ്കിൽ പൊതു സമൂഹത്തിന് യോജിക്കാത്ത, ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത രീതിയിൽ അറിയപ്പെടുന്ന റൗഡി എന്ന സവിശേഷമായ പേര് അദ്ദേഹം സമ്പാദിക്കുന്നത് CPM-ൽ വന്നതിന് ശേഷമല്ല, അദ്ദേഹം നിങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോഴാണ്. അതായത് ഈ അറിയപ്പെടുന്ന റൗഡി എന്ന പട്ടം അദ്ദേഹം നേടിയെടുക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്ത അങ്ങയുടെ പാർട്ടിയാണ്. തെറ്റായി ഉദ്ധരിക്കുകയാണ്. അതെങ്ങനെയാണ് തെറ്റാവുക? 2023-ലാണ് ഇദ്ദേഹത്തിനെതിരെ കാപ്പ ചുമത്തുന്നത്. അന്ന് അദ്ദേഹം ഏത് പാർട്ടി പ്രവർത്തകനാണ്? അതെങ്ങനെ ശരിയാവും? നിങ്ങളല്ലേ പറഞ്ഞത് ഒരു വർഷം മുമ്പേ ഉള്ളൂ. 2023 ജൂലൈയിലാണ് കാപ്പ ചുമത്തുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഞങ്ങളുടെ പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അങ്ങല്ലേ പറഞ്ഞത് അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. ചെറിയൊരു കാലം അത് 2003 അല്ല, 2023 കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സമയത്ത് തന്നെ അദ്ദേഹം വഴിതെറ്റി പോകുന്നു എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ കുറച്ചു മുമ്പ് അങ്ങ് ചോദിച്ചു, മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ ഈ പറയുന്ന എന്താ പറയാ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് അറസ്റ്റ് ചെയ്യുന്ന സ്വഭാവം CPM-നുണ്ടെങ്കിൽ പറയണമെന്ന്. അപ്പൊ അങ്ങയുടെ രാഷ്ട്രീയ പ്രവർത്തകനാണെന്നെങ്കിൽ അങ്ങനെയല്ലല്ലോ. അത് താങ്കൾ വെറുതെ പറയുക. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് CPM അങ്ങനെ ഒരു ന്യായീകരണം എടുക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഇപ്പോൾ തെറ്റുതിരുത്തുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ കേസിൽ പെട്ടിട്ടുള്ള ആളായിരിക്കാം എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ കള്ളക്കേസ് കുരുക്കിയതാണോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചതാണ്. അത് ഞാൻ അഡ്മിറ്റ് ചെയ്തതല്ല. ഞാൻ പറയുന്നത് 60 പേരിൽ BJP-യുടെയും RSS-ന്റെയും ഒക്കെ പ്രധാനപ്പെട്ട പ്രവർത്തകരാണ് BJP-യിലേക്ക് വരുന്നത്. 2023 ജൂലൈയിലാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ പറയട്ടെ. 2023 ജൂലൈയിലാണ് ഇദ്ദേഹത്തിനെതിരെ കാപ്പ ചുമത്തപ്പെടുന്നത്. ഒരു വർഷമായി മാത്രം JR പറഞ്ഞ വാക്കാണ്. ഒരു വർഷമായി അല്ലല്ല, ഒരു വർഷമായി ഞങ്ങളുടെ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. കുറച്ചു കാലം അതവിടെ നിൽക്കട്ടെ. അല്ല, അതാണ് പറഞ്ഞത്. JR ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. JR പറഞ്ഞ എന്താണ്? ഒരു വർഷമായി ഞങ്ങളുടെ പാർട്ടിക്ക് ബന്ധമില്ല. ഞാനിത് പ്ലേ ചെയ്ത് കാണിക്കാൻ വേണമെങ്കിൽ, ഒരു വർഷവുമായി ഞങ്ങളുടെ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്ന് JR പറഞ്ഞു. അതായത് പോകുന്നതിന് മുമ്പ് അല്ലല്ല, ജയിലിൽ പോകുന്നതിന് മുൻപ് ഒരു വർഷം എന്നല്ല പറഞ്ഞത്. കഴിഞ്ഞ ഒരു വർഷമായി പ്രേക്ഷകർക്ക് ഇത് കേൾക്കാൻ കേട്ടോ. ചർച്ചയിൽ കളവ് പറയരുത്. കഴിഞ്ഞ ഒരു 10-20 മിനിറ്റ് പാർട്ടിയുടെ മന്ത്രി സംരക്ഷിക്കണമെങ്കിൽ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്നാണ് JR പറഞ്ഞത്. ജൂലൈയിലാണ് അദ്ദേഹത്തിനെതിരെ കാപ്പ ചുമത്തുന്നത് സ്ഥിരം കുറ്റവാളികൾക്കെതിരെയാണ്. അല്ലാതെ കാപ്പ ചുമത്തുന്ന ഒരു പ്രത്യേക കുറ്റം വരുമ്പോഴല്ല, സ്ഥിരം കുറ്റവാളികൾക്കെതിരെയാണ് കാപ്പ ചുമത്തുന്നത്. ആ സ്ഥിരം കുറ്റം അറിയപ്പെടുന്ന റൗഡി എന്ന പട്ടം അദ്ദേഹം സ്വന്തമാക്കിയെടുത്തത് നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ വെച്ചെന്നാണ് നിങ്ങളുടെ അദ്ദേഹം കൈരളി ചാനലിലോടുത്ത അഭിമുഖം ഒന്ന് നിങ്ങൾ നോക്കൂ. സോഷ്യൽ മീഡിയയിലുണ്ട്, വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. പാർട്ടി ഞങ്ങൾക്ക് സംരക്ഷണം തരുന്നില്ല. അല്ല, പാർട്ടി ഞങ്ങൾക്ക് സംരക്ഷണം തരുന്നില്ല. CPM-ൽ പോയാൽ സംരക്ഷണം കിട്ടും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അറിയാന്നുള്ള എല്ലാവർക്കും അറിയാതെ എന്താണ് സംരക്ഷണം. പാർട്ടി തെറ്റ് ചെയ്താൽ ഞാൻ എടുത്തു JR. അത് അങ്ങ് ഷിജു ഖാനോട് ഒരു ചോദ്യമായി ചോദിച്ചു. പക്ഷെ അങ്ങ് പറഞ്ഞതിൽ ഷിജുഖാനോടാണ് ചോദിച്ചത്, നിങ്ങൾ നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കാറുണ്ടോ? നിങ്ങൾ പറഞ്ഞത് അങ്ങനെ BJP രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കാത്തതിന്റെ പേരിലാണ് ഞാൻ CPM-ലേക്ക് വരുന്നത് എന്ന് അദ്ദേഹം നിങ്ങളുടെ പാർട്ടി ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് JR അവകാശപ്പെടുന്നത്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഈ ക്രിമിനൽ മെന്റാലിറ്റിക്ക്, ക്രിമിനൽ സ്വഭാവത്തിന് സംരക്ഷണം ഒരുക്കും എന്നൊരു ഉറപ്പ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടാവണമല്ലോ.
ഇതിൽ ശ്രീ JR പത്മകുമാർ ഒരു ചാനലിൽ വന്ന ക്ലിപ്പിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഞാനത് കണ്ടില്ല. ഒരാൾ ഒരു വീഡിയോ ബൈറ്റ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് അത് സംപ്രേഷണം ചെയ്തത്, അതിൻ്റെ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന ഭാഗമൊന്നും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. പക്ഷേ CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് KP ഉദയഭാനുവിൻ്റെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിനോടകം ഞാൻ മനസ്സിലാക്കി, അത് കാണുകയുണ്ടായി. ഇവിടെ പ്രത്യേകിച്ച് ഈ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ പാതയിലേക്ക് വ്യത്യസ്ത പാർട്ടികളിൽ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒട്ടേറെ പേർ കടന്നു വരാറുണ്ട്. ഇപ്പോൾ നേരത്തെ പ്രസ്തുത വ്യക്തിക്കെതിരെയുമുള്ള ഏതാണ്ട് 11 കേസുകളും രാഷ്ട്രീയ ബന്ധമുള്ള കേസുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന മാധു. പ്രാഥമികമായി എൻ്റെ ഒരു പരിശോധനയിലും 11 കേസുകളും ഇതുമായി ബന്ധപ്പെട്ട കേസുകളാണ്. പിന്നെ നിലവിൽ അദ്ദേഹം കാപ്പ കേസിലെ പ്രതി അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ച് കാപ്പ കേസിലെ പ്രതിയൊക്കെ ആണെങ്കിൽ ജില്ലയ്ക്ക് അകത്ത് തന്നെ കയറുന്നതിൽ ചില പിന്നെ നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ പിന്നെ മാധ്യമങ്ങൾ ഇപ്രകാരം വാർത്ത കൊടുക്കുന്നു. നിങ്ങൾ മാത്രമല്ല, പല മാധ്യമങ്ങളും അക്കാര്യത്തിൽ വാർത്ത കൊടുക്കുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ വ്യക്തി യുവമോർച്ചയുടെ ദീർഘകാലമായി അതിൻ്റെ പ്രവർത്തകനായിരുന്നു. ശരൺ ചന്ദ്രൻ യുവമോർച്ചയുടെ ഭാരവാഹിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. BJP-യുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കേസുകളിൽ പ്രതിയാവും. ഇനി ആ കേസുകളുടെ ഗ്രാവിറ്റി എന്താണെന്നും ആ കേസുകളിൽ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കൊരു ചർച്ച കൊണ്ട് പിന്നെ വിശദീകരിക്കാൻ കഴിയില്ല. കാരണം ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കണം. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ ഈ ശരൺചന്ദ്രൻ നിലവിൽ കാപ്പാപ്രതി അല്ല എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കമൊന്നുമില്ല. എന്റെ കാലാവധി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഈ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞത്. ശരിയാണ്, ഈ ഇതിനൊക്കെ കാലാവധി ഉണ്ടല്ലോ. കാലാവധി കഴിഞ്ഞു. ഞാൻ തന്നെ പറഞ്ഞു 2023 ജൂലൈയിലാണ് കാപ്പ ചുമത്തുന്നത് എന്നുള്ളത്. കാപ്പ ചുമത്തുന്നത് ആർക്കെതിരെ എന്നുള്ളതാണ് ചോദ്യം. അത് നിരന്തരമായ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കേസുകളൊക്കെ വരുന്ന ആളുകൾക്കെതിരെയാണ് കാപ്പ ചുമത്തപ്പെടുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളടക്കം നരഹത്യാശ്രമമാണ്. നരഹത്യൊന്നും രാഷ്ട്രീയ പ്രവർത്തനമല്ലെന്നേ. പറയൂ. അല്ല മാധു, ഇപ്പം JR ശ്രീ പത്മകുമാർ ദീർഘകാലമായി രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളാണ്. നമുക്കിപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ കേസുകളിൽ ആളുകൾ പ്രതികളാവും. പിന്നെ BJP RSS രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുമ്പോൾ അത്തരം ക്രിമിനൽ ഗൂഢാലോചനയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആക്ടിവിറ്റിയും ഒക്കെ അവർ അതിൻ്റെ ഭാഗമായി മാറും. ഞാൻ ഒറ്റ കാര്യം, അയാളിപ്പോൾ കാപ്പ കേസിലെ പ്രതിയല്ല. അയാൾ പിന്നീട് അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ജില്ലയ്ക്കകത്ത് തന്നെ അയാൾക്ക് കയറാൻ കഴിയില്ല. അപ്പോൾ അയാളിപ്പോൾ കാപ്പ കേസിലെ പ്രതിയല്ല. നിങ്ങൾ തന്നെ പറഞ്ഞു, 1 വർഷം മുമ്പായിരുന്നു കാപ്പ കേസിലെ പ്രതിയായി അദ്ദേഹം ഉണ്ടായിരുന്നത്. ഉദയഭാനുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും വരികയുണ്ടായി. ഇനി തർക്കം എവിടെയാണ് മാധു? ഒരു രാഷ്ട്രീയ പാർട്ടി, അത് വർഗീയ സംഘടനയാവട്ടെ, ഇനി ഒരു ഭീകര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തീവ്രവാദ നിലപാട് ഉയർത്തുന്ന ആളുകൾ, അവർ ഒരു ദിവസം ഇതെല്ലാം ഞങ്ങൾ വിടുന്നു. നിങ്ങൾ പറഞ്ഞ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കാം, മാനസാന്തരപ്പെടുന്നു. ഒരാൾ മാനസാന്തരപ്പെട്ട് പറയുകയാണ്, ഞാനിനി ശരിയായിട്ടുള്ളൊരു വഴി തിരഞ്ഞെടുക്കാം. ഞാൻ ഇന്നലെ വരെ എൻ്റെ പിന്നെ കുടുംബത്തെ തള്ളി പറഞ്ഞു, എൻ്റെ ബന്ധുക്കളെ തള്ളി പറഞ്ഞു, എൻ്റെ നാട്ടുകാരെ തള്ളി പറഞ്ഞു, എൻ്റെ വഴി തെറ്റായിരുന്നു, ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ്, ഞാൻ വിഡ്രോ ചെയ്യുകയാണ് എന്നൊരാൾ പറയുന്നു. നമ്മുടെ നാട്ടിലെ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ റൗഡിയായിട്ടോ അല്ലെങ്കിൽ പിന്നെ ഗുണ്ടയായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വളരെ ഗുരുതരമായിട്ടുള്ള നരഹത്യാശ്രമമല്ല, ഒരുപക്ഷെ ചിലപ്പോൾ നരഹത്യ കേസിലെ തന്നെ പ്രതികളായിട്ടുള്ള ആളുകൾ, ഒട്ടേറെ സംഘടിതമായ കുറ്റകൃത്യങ്ങളുടെ ഭാഗമായിട്ട് പ്രതികളായിട്ടുള്ള ആളുകൾ, അവരൊരു ദിവസം, നിങ്ങൾ രാഷ്ട്രീയ വിഷയമല്ല ഞാൻ പറയുന്നത്, ഒരു ദിവസം അവർ പറയുകയാണ് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞ് ഇന്നലകളിൽ ഒരു ഗുണ്ടാ പ്രവർത്തനം നടത്തിയ ഒരാൾ തൻ്റെ തെറ്റ് തിരുത്തി തൻ്റെ മേൽ ഉള്ള എല്ലാ കുറ്റങ്ങളും താൻ അതിൽ നിന്ന് മാനസാന്തരപ്പെടുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. നമ്മൾ അയാളെ കല്ലെറിഞ്ഞ് ഓടിക്കുമോ? നമ്മൾ അയാളെ കുറ്റം ഇതാണെന്ന് കണ്ട് ഒറ്റ കാര്യം അല്ല, എൻ്റെ ഒരു ചെറിയ ചോദ്യം. അല്ലല്ല, JR ഞാൻ അങ്ങ് പറഞ്ഞതിലേക്ക് വരികയാണ്. ദയവേത് കേൾക്കൂ. ദയവേത് കേൾക്കൂ. ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി, യുവമോർച്ചയുടെ ഭാഗമായി, BJP-യുടെ ഭാഗമായി ദീർഘകാലം പ്രവർത്തിക്കുന്ന ഒരാൾ, ഒരുപക്ഷെ അയാൾ CPIM പ്രവർത്തകരെയോ ഇടതുപക്ഷ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളോ ആയിട്ട് പോലും ഒട്ടേറെ ചിലപ്പോൾ സംഘർഷങ്ങൾ ഉണ്ടായെന്ന് വരും. അതിന്റെ ഭാഗമായി ആക്രമണത്തിന്റെ കേസുകളിൽ ഞാൻ ഈ സംഭവം അല്ല പറയുന്നത്. അങ്ങനെ വന്നാൽ BJP ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, മുസ്ലിം ലീഗ് ആകട്ടെ, അവരുടെ പ്രത്യയശാസ്ത്രം അവർ ഉപേക്ഷിക്കുന്നു. ഞങ്ങൾ RSS പ്രത്യയശാസ്ത്രം ഉപേക്ഷിക്കുന്നു. ഞങ്ങൾ RSSന്റെ ഭാഗമായി നടത്തിയ ഗുണ്ടായിസം ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. ഞങ്ങൾ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ഉപേക്ഷിക്കുന്നു. ഞങ്ങളിതാ പ്രത്യയശാസ്ത്രപരമായ നിലപാടിലൂന്നി ഇടതുപക്ഷ ആശയവുമായി സഹകരിക്കാൻ തിരിയും. ഞാൻ മാധു ഉറപ്പിച്ച് പറയട്ടെ, വർഗീയവാദത്തിൽ നിന്ന് ഒരാളെങ്കിലും ഭൂമിയിൽ വിഡ്രോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ
വാസ്തവത്തിൽ എന്നെയും നിങ്ങളെയും പോലുള്ള ആളുകൾ സ്വാഗതം ചെയ്യണം. നമുക്ക് അയാളെ കല്ലെറിയാം, നമുക്ക് അയാളെ വേട്ടയാടാം. ഇന്നലകളിൽ അയാൾ നടത്തിയ കാപ്പ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ആസ് എ മീഡിയ പേഴ്സൺ നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും പറയാം. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന പ്രവൃത്തി, അതിൽ നിന്ന് അയാൾ വിഡ്രോ ചെയ്യാൻ തയ്യാറായാൽ അയാൾ ഇനി ഈ നാടിന് വേണം, അയാൾ ഈ സമൂഹത്തിന് വേണം. അയാളെ വീണ്ടും നമ്മൾ ഈ കൂട്ടത്തിലേക്ക് തള്ളിവിടുകയാണോ ചെയ്യേണ്ടത്? ഇടതുപക്ഷ മതേതര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് സെക്കുലർ നിലപാടിൽ ഊന്നി അയാൾ നിൽക്കാൻ തയ്യാറാകുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ അതിനെ കാണേണ്ടത്? ഇപ്പോൾ ഒരു ജേർണലിസ്റ്റിക് യുക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇനിയും ഓരോ കേസും വിചാരണ ചെയ്യാം, ഓരോ കേസും വിശകലനം ചെയ്യാം. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയാം, ഹൃദയത്തിൽ തട്ടി പറയാം, ഒരാൾ തൻ്റെ നിലപാട് ഉപേക്ഷിച്ച്, RSSൻ്റെ ചെയ്തി ഉപേക്ഷിച്ച്, മതവർഗീയത ഉപേക്ഷിച്ച് വന്നാൽ ഞാൻ എൻ്റെ ഒരു നിലപാട് രണ്ട് കൈയും നീട്ടി, അത് പിന്നെ മലയാളപ്പുഴയല്ല, തിരുവനന്തപുരത്തല്ല, ലോകത്തെവിടെയും അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും അയാളെ സ്വീകരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് ഈ സംഭവത്തെ സംബന്ധിച്ച് പറയാനുണ്ട്. ഒറ്റ കാര്യം എനിക്കുള്ള ഒരു സംശയം എന്ന് പറയുന്നത്, CPM-ലേക്ക് വരാനുള്ള തീരുമാനമെടുക്കുന്നു ഒരു 60 അംഗ സംഘം, അതിലൊരാൾ ഈ ശരൺ ചന്ദ്രൻ. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തിയിട്ടുള്ളത്? എന്റെ പോയകാല രാഷ്ട്രീയം വർഗീയതയുടേതായിരുന്നു, അവിടെ നിന്ന് CPM-ലേക്ക് വരാൻ, മാനവികതയുടെ കൂടെ ഇടം പിടിക്കാൻ ഞാൻ തയ്യാറാകുന്നു, ഞാൻ ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇതിനാൽ ഞാൻ സ്വയം റദ്ദു ചെയ്യുന്നു, എനിക്ക് മാനസാന്തരം ഉണ്ടായിരിക്കുന്നു. ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടോ? പബ്ലിക് ഡൊമൈനിലുണ്ടോ? അതോ പാർട്ടി അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയോ? ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഒരാൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഭാഗമാകാനോ BJP-യുടെ ഭാഗമാകാനോ ഒക്കെ പറ്റുന്നതുപോലെ എളുപ്പത്തിൽ CPIM-ൻ്റെയോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയോ ഒരു പാതയിലേക്ക് വരാൻ കഴിയില്ല. CPIM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനവും തീരുമാനിക്കണം അയാളെ CPIM-ൻ്റെ ഭാഗമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടും എടുക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? അയാൾ BJP-യും RSS-ഉമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നു. RSS-ഉം BJP-യുമായിരുന്നപ്പോൾ അയാൾ എന്തായിരുന്നോ അയാളുടെ ആ സ്വത്വം തന്നെ, ആ അസ്തിത്വം തന്നെ അയാൾ ആത്യന്തികമായി റദ്ദ് ചെയ്യേണ്ടി വരും. എങ്കിലേ CPM-ന്റെ ഭാഗത്തേക്ക് വരാൻ പറ്റൂ. ഏറ്റവും വലിയ അഭിമാനമായി, ഏറ്റവും വലിയ പട്ടമായി കൊണ്ടു നടന്നിരുന്ന കുറെ മനുഷ്യർ, അല്ലെങ്കിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന കുറെ മനുഷ്യരുണ്ട്. 3 വർഷക്കാലം നല്ല നടപ്പ്, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകരുത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ഓഡിറ്റ് ചെയ്യും, എന്നാൽ ഒരു പക്ഷേ കൊതിച്ചിരുന്ന പാർട്ടി അംഗത്വം റദ്ദു ചെയ്യപ്പെടും, ഇങ്ങനെ പലത്. അവിടെ നിന്നാണ് 2 ആഴ്ച മുമ്പ് മാത്രം ജയിൽവാസം അവസാനിപ്പിച്ച മുൻ രാഷ്ട്രീയ പാരമ്പര്യം ഇങ്ങനെയായിരിക്കുന്ന, ക്രിമിനൽ പശ്ചാത്തലം എങ്ങനെയായിരിക്കുന്ന ഒരാൾക്ക് ബൈപ്പാസ് ചെയ്ത് വരാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത്. ഒരു കാര്യം മാധു കരുതുന്നത് പോലെ ഇന്ന് കേരളത്തിലെ CPIM-ലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ള ആളുകളെല്ലാം അവരുടെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനപ്പൂപ്പന്മാരും അവരുടെ മുതുമുത്തശ്ശന്മാരും മുത്തശ്ശിമാരും CPIM ആയതുകൊണ്ട് വന്നവർ മാത്രമല്ല. പല കാലങ്ങളിൽ വർഗീയ രാഷ്ട്രീയത്തോട് വിച്ഛേദിച്ചു വന്നവരുണ്ട്, കോൺഗ്രസിനോട് വിയോജിച്ചവരുണ്ട്, മുസ്ലിം ലീഗിനോട് വിയോജിച്ചവരുണ്ട്, മറ്റ് വർഗീയ രാഷ്ട്രീയ സംഘടനകളോട് വിയോജിച്ചവരുണ്ട്. അവർക്കൊന്നും CPIM-നകത്തേക്ക് വരുന്നതിൽ അവരുടെ വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും വലതുപക്ഷ ആശയം ഉപേക്ഷിക്കുകയും ചെയ്താൽ തീർച്ചയായും CPIM-ന്റെ വഴികൾ അവർക്ക് പാരമ്പര്യമായി കിട്ടുന്നതാണ് പാർട്ടി അംഗത്വം എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പാർട്ടി ബോധ്യവും ഇടതുപക്ഷ ചിന്തയും അടിയുറച്ചുണ്ടാകുന്ന ഒരാൾക്കാണ് പാർട്ടി അംഗത്വം എന്നുള്ളതാണ് ഞാൻ ധരിക്കുന്നത്. അങ്ങും അങ്ങനെ തന്നെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്, 10-20 ദിവസം മുമ്പ് ജയിലറയിൽ പാർട്ടിക്കാരെന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ ജനിച്ച അന്ന് മുതൽ CPM-കാർ മാത്രമല്ല പാർട്ടി എന്ന് പറയുന്നത്. നല്ല ബോധ്യമുള്ള പറയുന്നേ പറഞ്ഞുള്ളൂ. ജനിച്ച കാൽ മുതൽ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പാരമ്പര്യമായി കിട്ടുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. ശരി, ഒന്ന് അവസാനിപ്പിക്കട്ടെ. 1 മിനിറ്റ്, ഞാൻ വരാം. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. എന്തായാലും കോൺഗ്രസ് എത്തിച്ചേർന്നിട്ടില്ല. നമുക്ക് സമയമുണ്ട്. ശ്രീ JR പത്മകുമാർ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു, അങ്ങനെ BJP-യുടെ രാഷ്ട്രീയം തെറ്റാണെന്ന് നല്ല ബോധ്യത്തോടു കൂടി വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിച്ചു വരാൻ കഴിയുന്നവരെ നിങ്ങൾ അങ്ങോട്ട് തന്നെ ആ ഇരുണ്ട ലോകത്തേക്ക് തന്നെ പൊയ്ക്കോളൂ എന്ന് അട്ടിപ്പായിക്കാൻ കഴിയില്ല. അത് മതേതരമായ ഒരു നാടിനു ചേർന്നതായിരിക്കില്ല, അതൊരു ഈടുവെപ്പാണെന്ന തിരിച്ചറിവിൽ നിന്ന്, തിരുത്തുമെന്ന നല്ല ബോധ്യത്തിൽ നിന്നാണ് CPM നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയവരെ സ്വീകരിച്ചത് എന്ന്. വളരെ പരിതാപകരമാണ് ഷിജുഖാന്റെ ന്യായീകരണം. അദ്ദേഹം ഒരു വ്യക്തമായൊരു രാഷ്ട്രീയ നിലപാട് പറയുന്നില്ല.
ഇതിലൊരു കാര്യമുണ്ട്. ഈ ഷിജു ഖാൻ CPM മാത്രമല്ല പവിത്രമായിട്ട് ഇങ്ങനെ മെമ്പർഷിപ്പൊക്കെ ശ്രദ്ധിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആ പാർട്ടിയിലേക്ക് ഒരാൾ മെമ്പർഷിപ്പ് വരണമെങ്കിൽ ആ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ഓരോ പാർട്ടിക്കും ഓരോ രീതിയുണ്ട്. പക്ഷേ എന്താ തന്നെ ആയിരുന്നാലും അതിൻ്റെ നേതൃത്വം ആലോചിച്ച് തന്നെയാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. നിങ്ങളുടെ CPMൻ്റെ മാത്രം പ്രത്യേകതയല്ല. മിസ്ഡ് കോൾ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിന് കൺഫേംഡ് അല്ല, അതിനൊരു കമ്മിറ്റി പരിശോധിച്ചിട്ടാണ് കൊടുക്കുന്നത്. ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ളതാണ് മിസ്ഡ് കോൾ എന്നുള്ളത് കാര്യം. അത് വേണോ കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ വേറെ സംവിധാനങ്ങളുണ്ട് പാർട്ടിയിൽ. അപ്പോൾ എല്ലാ പാർട്ടിയിലും അങ്ങനെ തന്നെയാണ്, നിങ്ങളുടെ പാർട്ടിയിലല്ല. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രശ്നം അതല്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാപ്പ കേസിൽ പ്രതിയല്ല എന്ന്. കാപ്പ ആക്ടിൻ്റെ ഒരു വകുപ്പാണ് തൽക്കാലം നാട് കടത്തണ്ട, നിങ്ങൾ ഒരു മാപ്പ് ഒരു വാണിംഗ് കൊടുത്തിട്ട് ഇനി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് എന്നുള്ള. ആ കുറ്റകൃത്യം ചെയ്തതിൻ്റെ പേരിലാണ് 308 ചെയ്ത IPC 308 പ്രതിയായതിൻ്റെ പേരിലാണ് ജയിലിലടച്ചത്. ആ ജയിൽ ഇറങ്ങി വരുമ്പോൾ പഴയ വാണിംഗ് നിൽക്കുന്നുണ്ട്. കാരണം ഇനി കുറ്റകൃത്യത്തിൽ നാട് കടത്തുമെന്നുള്ളത്. അത് നാട് കടത്തുമോ ഇല്ലേ എന്നുള്ളതാണ് ഒരു പ്രശ്നം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റില്ല. അതിന് വളരെ വ്യക്തമായിട്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെ വർഗീയ രാഷ്ട്രീയം, മറ്റ് രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു പുതിയ ലോകം സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ വരുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നെ സംരക്ഷിച്ചിട്ടില്ല. ഈ കേസുകളിൽ ഒന്നിലും അത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കേസുകളിൽ ഒന്നിലും സംരക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് CPM സംരക്ഷിക്കും എന്നുള്ളൊരു ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ വരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ പറയുന്നത് പോലെ വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിച്ചു അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയ തലത്തിലേക്ക്, സ്നേഹത്തിൻ്റെ കൂടാരത്തിലേക്ക് അല്ല വരുന്നത്, സ്നേഹത്തിൻ്റെ കടയിലേക്കല്ല വന്നത്. അദ്ദേഹത്തിന് ഈ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ പാർട്ടി സംരക്ഷണം കൊടുക്കും. കാരണം അങ്ങനെയാണ് കേരളത്തിൽ ഇരട്ട നീതിയാണ്. CPMന് ഒരു രീതി നമ്മളിപ്പോൾ കണ്ടാണല്ലോ, കൊയിലാട്ടിൽ ഒരു സ്കൂളിന് ഒരു കോളേജിലെ പ്രിൻസിപ്പലിന് അടി കിട്ടിയത് എല്ലാം മീഡിയയിലും കണ്ടിട്ടുള്ള വിഷ്വൽ മീഡിയയിലും നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്, പ്രിൻസിപ്പലിന് അടി കിട്ടുന്നത്. പക്ഷേ എന്താ സ്ഥിതി? പ്രിൻസിപ്പലിന് നോട്ടീസ് കൊടുത്തിരിക്കുക പോലീസ്, 3 വർഷം വരെ ശിക്ഷ കിട്ടാനുള്ള കുറ്റകൃത്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്, ഏത് നിമിഷവും നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരണം. പക്ഷേ അദ്ദേഹത്തെ ആക്രമിച്ച വിദ്യാർത്ഥിക്കെതിരെ ഇതുവരെ കേസില്ല. കാല് വെട്ടുമെന്ന് പരസ്യമായി പോലീസിന് മുമ്പ് പറഞ്ഞ ആളിനെതിരെ കേസില്ല. ഇതാണ് ഇരട്ട നീതി. ആ ഇരട്ട നീതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഒരു ക്രിമിനൽ ഈ CPM സംരക്ഷിക്കാൻ ഈ പത്തനംതിട്ടയിൽ ശ്രമിക്കുന്നത്. അതിൽ ഏറ്റവും പരിതാപകരമായ കാര്യമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മന്ത്രിസഭയുടെ ഒരു അംഗം കൂടി അതിൽ ചെന്ന് നിന്ന് ഈ കാപ്പ കേസിലെ പ്രതിയെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് CPM കൈക്കൊള്ളുന്നത്. CPMനെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ തിരിച്ചടിക്ക് ശേഷം ഞങ്ങൾ തെറ്റുതിരുത്തുന്നു. പല കമ്മിറ്റികളിലും നേതാക്കന്മാർ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ CPM അധികാരത്തിൽ വരുമെന്നുള്ളതിൽ അർത്ഥത്തിലല്ല, മറിച്ച് സ്വൈര്യമായ കേരളത്തിലെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുമല്ലോ എന്നുള്ള ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. അതിനെയാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത് ഇതിലൂടെ. ശരി, ശ്രീ നൗഷാദ് അലി അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ നൗഷാദിൽ കേൾക്കാമോ? പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് കേൾക്കാമോ? ശ്രീ നൗഷാദ് അലി അങ്ങേക്ക് എന്നെ കേൾക്കാമോ? സാങ്കേതിക പ്രശ്നോട് തിരിച്ചുവരാം. ശരി, ശ്രീ ഷിജു ഖാൻ, ഇപ്പോൾ എടപ്പാളിൽ ഒരു പ്രശ്നമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് അതായത് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് CITU അവിടെ ലോഡ് ഇറക്കാൻ തൊഴിലാളികൾ ലോഡ് ഇറക്കി തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ തൊഴിലാണ് എന്ന് പറഞ്ഞ് തർക്കമുണ്ടായി, മർദ്ദനമുണ്ടായി. ഒരു തൊഴിലാളി ഭയത്തിൽ കെട്ടിടത്തിൽ നിന്ന് ചാടി, അയാളുടെ 2 കാലുകളും ഒടിഞ്ഞു. ഇപ്പോൾ നമ്മുടെ MB ഫൈസൽ CITUവിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹം പറഞ്ഞത് വീണയാളെ ആശുപത്രിയിൽ എത്തിച്ചത് CITUക്കാർ ചേർന്നാണ് എന്നാണ്. ഇതിപ്പോൾ ഒരു ഒഴിഞ്ഞ കെട്ടിടം, അവിടെ പണിയെടുക്കുന്ന ഒരു തൊഴിലാളി, അദ്ദേഹം താഴെ വീഴുന്നു, നിലവിളി ശബ്ദം കേട്ട് ഈ പറയുന്ന CITUക്കാർ ഓടിപ്പാഞ്ഞു വരുന്നു, ആശുപത്രിയിൽ എത്തിക്കുന്നു എന്നല്ല. അവിടെ ഒരു സംഘർഷമുണ്ടായി, വാക്കുതർക്കമുണ്ടായി. അതിനിടയിൽ ഭയന്നാണ് ഒരാൾ അവിടെ നിന്ന് ചാടുന്ന, അയാളുടെ 2 കാലും ഒടിയുന്നു. അപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയെന്നാണ് വീണ്ടും പറയുന്നത്. മാധു, ഇതൊക്കെ നമുക്കൊരു സമയവും സന്ദർഭവും കിട്ടിയപ്പോൾ, പ്രത്യേകിച്ചും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം CPIMനെയും ഇടതുപക്ഷത്തെയും ആക്രമിക്കാനുള്ള നുണ ഫാക്ടറികളായി നമ്മുടെ ചില മാധ്യമങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്ത് സംഭവങ്ങളുണ്ടായാലും, എവിടെ പിന്നീട് ഇല അനങ്ങിയാലും അതെല്ലാം CPIMൻ്റെ CITUവിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ തലയിൽ വയ്ക്കുക എന്നുള്ള ഒരു
നുണ ബോംബാണ് വാസ്തവത്തിൽ ഇവിടെയും പൊട്ടുന്നത്. എനിക്കൊരു 30 സെക്കൻഡ് തരണേ ശ്രീ ഷിജു ഖാൻ, ഒരു മിനിറ്റ്. എനിക്ക് 30 സെക്കൻഡ് തരണം ഷിജു ഖാൻ. ഞാനത് ആവശ്യപ്പെടുകയാണ് അങ്ങയോട്. കേരള പോലീസിന്റെ FIR എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പരാതിക്കാരനും മറ്റു ജോലിക്കാരനും 4/7/24 രാത്രി 10:30 മണിയോടെ എടപ്പാൾ ടൗണിൽ പട്ടാമ്പി റോഡിലുള്ള രവി എന്നയാളുടെ SRB ബിൽഡിംഗിൽ ലോറിയിൽ നിന്ന് ലോഡ് ഇറക്കിയതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ 1 മുതൽ 10 വരെയുള്ള CITU യൂണിയൻകാരായ പ്രതികൾ പരാതിക്കാരനെയും കൂടെയുണ്ടായിരുന്നവരെയും കൈകൊണ്ടും ഫൈബറിന്റെ ട്യൂബ്ലൈറ്റ് കൊണ്ടും അടിച്ച് പരിക്കേൽപ്പിച്ചും പ്രതികളിൽ നിന്നും പ്രാണരക്ഷാർത്ഥം തൊട്ടടുത്തുള്ള ബിൽഡിംഗിലേക്ക് ചാടി ആവലാതിക്കാരന്റെ 2 കാലിന്റെയും മടമ്പിന്റെ എല്ല് പൊട്ടി ഗുരുതരമായി പരിക്കേൽക്കാൻ ഇടയായ കാര്യം ആരുടെ നുണ ഫാക്ടറിയാണ്? കേരള പോലീസിന്റെയാണോ മാധ്യമങ്ങളുടേതാണോ? അല്ല, ഒന്ന് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള രേഖ അതെന്താണെന്ന് എനിക്കറിയില്ല. FIR എന്റെ കയ്യിലില്ല. പറഞ്ഞോട്ടെ, അതെന്റെ കയ്യിലില്ല. അല്ല ദേവിത് കേൾക്കൂ മാധു, ദേവിത് കേൾക്കൂ. ഞാൻ പറഞ്ഞത് ഇത്തരം ഏതെങ്കിലും ഒരു രേഖ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ ഇപ്പോൾ അതെല്ലാം ശരി, എല്ലാം ഓക്കെയാണ്, CITU തൊഴിലാളികളെല്ലാം ഇത് ചെയ്തിരിക്കുന്നു എന്നൊന്നും ഒരു വിധി പറയാൻ കഴിയില്ലല്ലോ. കാരണം ഒരു കേസുണ്ടായാൽ ആ കേസിൻ്റെ മേൽ പിന്നീട് കോടതിയിലോ മറ്റോ അതുമായി ബന്ധപ്പെട്ട നടപടികളുണ്ടാവും. അതിനുശേഷം ഒരാളെ നമ്മൾ കുറ്റവാളിയെന്നും അല്ലെന്നും വിധിക്കും. ഇവിടെ ഞാൻ പറയുന്നതൊന്നും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഞാൻ ഈ നുണ ഫാക്ടറി എന്ന് പറയാൻ കാരണം എന്താ? ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഓണർ അദ്ദേഹത്തിൻ്റെ സ്വന്തം കൂലിപ്പണിക്കാരെ വെച്ച് വൈകുന്നേരം ലോഡ് ഇറക്കുകയാണ്. അപ്പോൾ ഇത് ചുമട്ടുതൊഴിലാളി നിയമം നടപ്പിലാക്കിയ ഒരു പ്രദേശമാണ്. അപ്പോൾ രജിസ്റ്റേർഡ് തൊഴിലാളികളാണ് ഈ പ്രദേശത്ത് കയറ്റിറക്ക് തൊഴിലിന് സാധാരണയായി പിന്നെ ഉള്ളത്. നിങ്ങളീ പറഞ്ഞ ഇതേ സൈറ്റിൽ തലേ ദിവസവും ഇത് ഇറക്കിയിട്ടുള്ളത് CITUക്കാരാണ്. ഇപ്പോൾ സാധാരണ തൊഴിലാളികൾ ട്രേഡ് യൂണിയനുകാരെ കുറിച്ച് പറയുമ്പോൾ എല്ലാ വിമർശനവും CITUവിന്റെ തലയിലാണ് വെക്കുന്നത്. നമ്മുടെ ട്രേഡ് യൂണിയനിൽ വർക്ക് ചെയ്യുന്നവർ CITUക്കാരും അവർക്ക് കൊടുക്കേണ്ട ന്യായമായ കൂലി കൊടുക്കാതെ രക്ഷപ്പെടാനുള്ള തന്ത്രം എന്നുള്ളത് നാട്ടിലുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. അതിന് പരിഹാരം തല്ലാണോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയൊന്നും നിങ്ങൾ ട്രേഡ് യൂണിയൻ തൊഴിലാളികളെ ആക്ഷേപിക്കരുത്. ട്രേഡ് യൂണിയൻ തൊഴിലാളികളെ CITUക്കാരെ ഒന്നടങ്കം ആക്ഷേപിക്കരുത്. എന്റെ പിതാവും ചുമട്ട് തൊഴിലാളി യൂണിയന്റെ ഭാഗമായിരുന്നു. നിങ്ങൾ ചുമട്ട് തൊഴിലാളികളെ മുഴുവൻ ആക്ഷേപിക്കരുത്, CITUക്കാരെ മുഴുവൻ ആക്ഷേപിക്കരുത്. തെറ്റാണ് മാധു, അത് തെറ്റാണ്. നിങ്ങൾ ഈ നാട്ടിലെ CITUക്കാരെയും ഈ നാട്ടിലെ ചുമട്ട് തൊഴിലാളികളെ ആക്ഷേപിക്കരുത്. ദയവ് കേൾക്കൂ, എന്റെ മറുപടി അല്ലല്ല, അങ്ങനെ CITUക്കാരെല്ലാം CITUക്കാരെല്ലാം നോക്കുകൂലി വാങ്ങുന്നവരാണെന്ന് നിങ്ങൾ എങ്ങനെ പറയും? CITUക്കാർ മുഴുവൻ നോക്കുകൂലി വാങ്ങുന്നവരാണെന്ന് നിങ്ങൾ എങ്ങനെ പറയും? തെറ്റാണ്, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇല്ല അങ്ങനെ ആരോപണം ഉന്നയിച്ചു പോരുത് ശ്രീ ഷിജു ഖാൻ. ഞാൻ പറഞ്ഞത് ഒരിടത്ത് 10:30 ശേഷം കൊണ്ടുപോയി ലോഡ് ഇറക്കുന്നത് തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട കൂലി കൊടുക്കാതിരിക്കാനുള്ള തന്ത്രമാണ് എന്ന് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുമെന്നാണ് പറഞ്ഞത്. അത് ആക്ഷേപമാണോ അതോ CITUക്കാർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണോ? അല്ല, CITUക്കാർ നോക്കുകൂലി വാങ്ങിയെന്ന് നിങ്ങൾ പറഞ്ഞു. അതിന് കൊടുക്കേണ്ടത് അങ്ങനെയല്ല. ഞാനൊന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങ് ആവശ്യമില്ലാത്ത കാര്യം മാധു, നിങ്ങൾ അങ്ങനെ ദയവിത് കേൾക്കൂ. ഞാൻ പറഞ്ഞ മൈക്ക്, നിങ്ങൾ ഈ ചർച്ച നിയന്ത്രിക്കുന്നത് നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ പ്രകോപിതയാകല്ലേ. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ മറുപടി അങ്ങ് തുടരട്ടെ എന്ന് ഞാൻ വിചാരിക്കണോ? നോക്കുകൂലി എന്ന് ഞാൻ പറഞ്ഞോ? മാത്രമല്ല 10:30 ശേഷം ഒരിടത്ത് പോയി ലോഡ് ഇറക്കുന്നത് CITUക്കാരുടെ കണ്ണു വെട്ടിക്കാനാണ് എന്ന് എല്ലാവർക്കും ബോധ്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല ദയവീത് കേൾക്കൂ. ഞാനിപ്പോൾ നിങ്ങളുടെ പല ചർച്ചകളിൽ നിന്നും ഇങ്ങനെ പരമാവധിയൊക്കെ വരാൻ ശ്രമിക്കാത്തതിൻ്റെ ഒരു കാരണവും മറുപടി പറയാൻ അവസരം തരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ദയവീത് കേൾക്കൂ, ദയവീത് കേൾക്കൂ. ഞാൻ പറഞ്ഞത് നമ്മുടെ ട്രേഡ് യൂണിയൻകാരെ കുറിച്ചും നമ്മുടെ CITUക്കാരെ കുറിച്ചും അല്ലല്ല എൻ്റെ സമയമാണ്, CITUക്കാരെ കുറിച്ചും ട്രേഡ് യൂണിയൻകാരെ കുറിച്ചും ഇവരെല്ലാം പിന്നീട് എന്തോ വലിയ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നൊക്കെയുള്ള പൊതുബോധം സൃഷ്ടിക്കാനാണ് നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത് അനീതിയാണ്. പറയാത്ത ഒരു കാര്യം, അതും കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഒരു ചാനലിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ 10:30 ശേഷം ലോഡ് ഇറക്കാൻ പോകുന്നത് ആളുകളുടെ, അതായത് തൊഴിലാളികളുടെ കണ്ണു വെട്ടിച്ച് കൊണ്ടുപോകാനാണ് എന്നത് അത് സ്വാഭാവികമായി ഈ പറയുന്ന മുതലാളിമാർ എടുക്കുന്ന ഒരു തന്ത്രമാണെന്ന് അടക്കം ഞാൻ പറയുകയാണ്. അത് അവരെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഒരു വശം കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ അങ്ങ് പറയാണ് മാധ്യമങ്ങൾ നുണ ഫാക്ടറി പറയുന്നത്. കേരള പോലീസിന്റെ FIR വായിച്ച് ഏൽപ്പിച്ചപ്പോൾ അങ്ങ് പറയാണ് തൊഴിലാളികളെ അപമാനിച്ചു എന്ന്. എന്താ ഇത്? എന്തൊരു അനീതിയാണിത്? അല്ല മാധു, അല്ല ഓക്കെ, സമയം ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾ പ്രകോപിതയായി
വല്ലാതെ പ്രകോപിതയാണെങ്കിൽ പിന്നെ എനിക്ക് മറുപടി പറയാനുള്ള സമയമില്ലല്ലോ, നിങ്ങൾക്ക് തുടരാം. ഞാൻ ഒരു പ്രകോപനവും ചെയ്തിട്ടില്ല. ഞാൻ പറയാത്തൊരു കാര്യം അങ്ങ് പറഞ്ഞപ്പോൾ മാത്രമാണ് പറഞ്ഞത്. പിന്നെ അങ്ങ് പറയുന്നു നിങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു വിവരമില്ല കേട്ടോ. എന്റെ ചർച്ചയിലാണോ മാതൃഭൂമിയുടെ ചർച്ചയിലാണോ പൊതുവെ മാധ്യമങ്ങളുടെ ചർച്ചയിലാണോ അറിയില്ല. ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ചർച്ചയിൽ ഒരു നിമിഷം മാധവ്, ഇവിടെ തർക്കത്തിനിടയിൽ എനിക്കൊരു അവസരമില്ലാതെ പക്വമായി ഇടപെടണം. അല്ലെ ചർച്ച അല്ലല്ല നൗഷാദ് അലി, എന്റെ സമയമാണ് നൗഷാദ് അലി. മാധു ഇവിടെ അനീതിയാണെന്നും പിന്നെ വലിയ ഇതൊക്കെ ആണെന്ന് വിളിച്ചു പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി എനിക്ക് മറുപടി പറയണം. നിങ്ങൾക്ക് അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടെ ദീർഘിപ്പിച്ച് തരാൻ പറയണം. ഞാൻ എൻ്റെ മറുപടി പറയട്ടെ. മാധു ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളോട് ഞാൻ വിയോജിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞത് പൊതുവിൽ നമ്മുടെ മാധ്യമ അവതാരകർ ഈ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരെയും പ്രതിനിധികളെയും വിളിച്ചിരുത്തി അവർക്ക് പറയാനുള്ള മുഴുവൻ ഒരു പ്രസംഗം നടത്തി കഴിയുന്ന അവസ്ഥയിൽ പലപ്പോഴും ചർച്ചയിൽ നിന്ന് എങ്ങനെ പങ്കെടുക്കുമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ചിലപ്പോൾ മാറി നിൽക്കാറുമുണ്ട്. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ തലേ ദിവസം നിങ്ങൾ പറഞ്ഞ പ്രസ്തുത സ്ഥലത്ത് തലേ ദിവസം ലോഡ് ഇറക്കിയത് CATUക്കാരാണ്. അങ്ങനെ ലോഡ് ഇറക്കിയിട്ടുള്ള അന്ന് അവിടെ ഒരുവിധ തൊഴിൽ തർക്കവുമില്ല. നിങ്ങൾ പറഞ്ഞ് പോയിന്റ് തീർക്കാൻ സമ്മതിക്കണം. അപ്പോൾ അവിടെ ഒരു പിന്നെ തൊഴിൽ തർക്കവുമില്ല. അപ്പോൾ സ്വാഭാവികമായും എവിടെന്നോ ചില ആളുകളെ കൊണ്ടുവന്ന് രജിസ്ട്രേഡ് തൊഴിലാളികൾ എടുക്കേണ്ട ജോലിക്ക് അവരെ അനുവദിക്കാതിരിക്കുകയും അത്തരം സാഹചര്യം ഉണ്ടായപ്പോൾ വളരെ സമാധാനപരമായി അക്കാര്യത്തിൽ ഒരു അഭിപ്രായം ചോദിക്കും. എന്ത് സംഭവിക്കുന്നു ചോദിക്കും. അത് എവിടെയാണെങ്കിലും CATU ചോദിക്കും, STU ചോദിക്കും, INTUC ചോദിക്കും. CATUക്കാർ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ തമ്മിൽ സംസാരിച്ചു. ബിൽഡിംഗ് ഓണറുമായിട്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ട്. അപ്പോൾ ബിൽഡിംഗ് ഓണർ തന്നെ യഥാർത്ഥത്തിൽ താൻ നിയമപരമായിട്ട് ഉള്ള കാര്യമല്ല ചെയ്തത് എന്ന് അവർക്ക് മനസ്സിലാക്കുന്നു. എന്നിട്ട് താൻ ഇത് ഇറക്കിയതിൻ്റെ മുഴുവൻ പൈസയും കൊടുക്കാം എന്ന് പറയുന്നു. അപ്പോഴും നോക്കുകൂലി വാങ്ങുന്ന പരിപാടി ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞവരാണ് CATUക്കാർ, എന്ന് പറഞ്ഞവരാണ് ചുമട്ടുതൊഴിലാളികൾ. ആ ചുമട്ടുതൊഴിലാളികൾ മുഴുവൻ കൈക്കൂലിക്കാരാണെന്നും അവർ മുഴുവൻ നോക്കുകൂലിക്കാരാണെന്നും നമ്മുടെ ചില മാധ്യമങ്ങൾ വിളിച്ചു പറയുകയാണ്. അതെനിക്ക് ചോദ്യം ചെയ്തേ മതിയാവൂ. ഇനിമേൽ ഇത്തരത്തിൽ നിയമപരമല്ലാത്ത കാര്യം അങ്ങ് ചെയ്യരുത്. ഇവിടെ സംസാരിച്ചത് എന്നിട്ടാണ് അങ്ങ് പറയുന്നത് ഞാൻ അവരെ അപമാനിച്ചു. അവസാനിപ്പിച്ചോട്ടെ. എടപ്പാൾ അല്ലല്ല എന്റെ മറുപടി തീർക്കുന്നതിന് മുമ്പ് 5 വട്ടം മാധു ഇടപെട്ടു. ഞാനൊന്ന് കൺകൂടിയട്ടെ. ഞാൻ പറഞ്ഞത് വാസ്തവത്തിൽ ഇങ്ങനെ വളരെ സമാധാനപരമായി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ പിന്നെ ഒരാളെ കാണാനില്ല എന്ന ഒരു സംഭവം അവിടെ ഉയർന്നു വരുന്നു. അപ്പോൾ എല്ലാവരും ചേർന്ന് തിരയുന്നു. അപ്പോൾ തിരയുന്നതിനിടയിൽ ഇങ്ങനെ ഒരാൾ കാലൊടിഞ്ഞ് കിടക്കുന്നത് ശ്രദ്ധപ്പെടുന്നു. ആ പ്രദേശത്ത് പരിചയമില്ലാത്ത ആളാണ് അങ്ങനെ കാലൊടിഞ്ഞ് കിടക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഒരു ബിൽഡിങ്ങിൽ നിന്ന് എടുത്ത് ചാടുന്നതിനിടയിൽ അപകടം പറ്റിയെന്ന് മനസ്സിലാവുന്നു. നിങ്ങളുടെ മാധ്യമങ്ങൾ പറയുന്നത് കേട്ടാൽ CATUക്കാരെല്ലാം കൂടെ നാട്ടുകാരെ ഏതൊക്കെയോ ആളുകളെ തൊഴിലാളികളെ തല്ലി വീഴ്ത്തി കാലൊടിഞ്ഞു, 2 കാല് പൊടിഞ്ഞ് ആശുപത്രിയിലായി എന്ന് തോന്നിപ്പോവും. മാധു അങ്ങനെ പറഞ്ഞാലും അങ്ങനെ തോന്നിപ്പോകും. അപ്പോൾ CATU തൊഴിലാളികൾ തന്നെ ഈ മനുഷ്യനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. CATU തൊഴിലാളികൾ തന്നെ ഈ മനുഷ്യനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ചുമട്ട് തൊഴിലാളി ചുമട്ട് തൊഴിലാളികളെ സംബന്ധിച്ച് പരാതി പരിശോധിക്കേണ്ട ബോർഡിന്റെ പേര് ചുമട്ട് തൊഴിലാളി ക്ഷേമ അങ്ങയുടെ CATUവിന്റെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ രക്ഷാപ്രവർത്തനം അങ്ങയുടെ പാർട്ടി ഘടകം അന്വേഷിച്ച് പറഞ്ഞതാണെങ്കിൽ ശരി. എന്റെ സോഴ്സ് കേരള പോലീസിന്റെ FIR ആണ്. കേരള പോലീസിന്റെ FIR തെറ്റാണെങ്കിൽ കേരള പോലീസ് എന്തിനാണ് ഈ പണിയെടുക്കുന്നത് ആഭ്യന്തര വകുപ്പിനോട് അന്വേഷിക്കാൻ പറയണം. ഡോക്ടർ ഷിജു ഖാൻ, കേരള പോലീസാണ് എഴുതിയിരിക്കുന്നത്. CATU യൂണിയൻകാരായ പ്രതികൾ പരാതിക്കാരനെയും കൂടെ ഉണ്ടായിരുന്നവരെയും പ്രേക്ഷകർ കേൾക്കണമെന്ന്. CATU യൂണിയൻകാരായ പ്രതികൾ പരാതിക്കാരനെയും കൂടെ ഉണ്ടായിരുന്നവരെയും കൈകൊണ്ടും ഫൈബറിന്റെ ട്യൂബ് ലൈറ്റ് കൊണ്ടും അടിച്ച് പരിക്കേൽപ്പിച്ചും പ്രതികളിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം തൊട്ടടുത്തുള്ള ബിൽഡിംഗിലേക്ക് ചാടി ആവലാതിക്കാരന്റെ 2 കാലിന്റെയും മടമ്പിന്റെ എല്ല് പൊട്ടി ഗുരുതരമായി പരിക്കേൽക്കാൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് കേരള പോലീസിന്റെ FIR-ലാണ്. പാർട്ടിയുടെ ആഭ്യന്തര അന്വേഷണ സമിതി പുറത്തുവിട്ട റിപ്പോർട്ടല്ല ശ്രീ ഷിജു ഖാൻ. എന്നിട്ടാണ് അങ്ങ് പറയുന്നത് മാധ്യമങ്ങൾ നുണബോംബ് പൊട്ടിക്കുന്നു എന്ന്, മാധ്യമങ്ങൾ ഇടതുവിരുദ്ധ പ്രചാരണം നടത്തുന്നു എന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേരള പോലീസാണ്. ആ കേരള പോലീസിനെ നയിക്കുന്നത് ആഭ്യന്തര വകുപ്പാണ്, മുഖ്യമന്ത്രിയാണ്. അവിടെ പോയി ചോദിക്കണം. ശ്രീ നൗഷാദിനെ അങ്ങ് ജോയിൻ ചെയ്യാൻ താമസിച്ചു. ശേഷം സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 2 സംഭവങ്ങളിലൂടെ കേരളത്തിന് കിട്ടുന്ന സന്ദേശം എന്താണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ അങ്ങ് മനസ്സിലാക്കുന്നത്. ഇവിടെ മാധു, നമ്മൾ ഈ
കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം നടക്കുന്ന വേളയിലൊക്കെ അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ അന്വേഷണം നടക്കുന്ന വേളയിലൊക്കെ അത്തരം ആളുകൾ BJPയിലേക്ക് ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ തെറ്റുകളൊക്കെ വാഷിംഗ് മെഷീനിലൂടെ വെളുപ്പിച്ചെടുക്കുന്ന ഒരു വലിയ തമാശയും വലിയ ഒരു ട്രോളും ഒക്കെ നമ്മുടെ ഇടയിൽ നമ്മൾ വ്യാപകമായി കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് കാപ്പ ചുമത്തിയ ആളൊക്കെ CPMലേക്ക് വരുമ്പോൾ അയാൾ നേർവഴിക്ക് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും ഒരു സ്ത്രീയെ ആക്രമിച്ച കേസിലെ പ്രതിയെ ഇങ്ങോട്ട് ചേർക്കുമ്പോൾ വനിതാ മന്ത്രിയൊക്കെ പരസ്യമായിട്ട് നമ്മളോട് പറയുന്നത്. CPM അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേരളത്തിൽ എത്തി എന്നുള്ളതാണ് നമ്മോട് ഇത് വിളിച്ചു പറയുന്നത്. മറ്റ് ഇന്നേ ദിവസം നടന്ന മറ്റൊരുപാട് സംഭവങ്ങൾ നിങ്ങൾ നോക്കുക. പാനൂർ സ്ഫോടന കേസിലെ പ്രതികൾക്ക് ഇന്ന് ജാമ്യം കിട്ടുകയാണ്. കുറ്റപത്രം 90 ദിവസത്തിനകം സമർപ്പിച്ചില്ല. ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പാളിൻ്റെ കാര്യമൊക്കെ നിങ്ങളിവിടെ ചർച്ച ചെയ്തു. അങ്ങനെ പോലീസ് ആയാലും ശരി, ഇത്തരത്തിലുള്ള ഗുണ്ടകളായാലും ശരി, ഈ വിധ്വംസക പ്രവർത്തനത്തിൻ്റെയൊക്കെ ആകത്തുകയായിട്ട് CPM ഈ പരാജയശേഷവും മാറുന്ന കാര്യത്തിൽ കേരളീയ ജനത വലിയ അത്ഭുതം കൂറി നിൽക്കുകയാണ്. SFI എന്ന സംഘടന കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകളും അക്രമങ്ങളും ഒക്കെ നമുക്കൊക്കെ സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ്. യാതൊരു തരത്തിലുള്ള മാനവികതയിലോ ഒരു തരത്തിലുള്ള സർഗാത്മക രാഷ്ട്രീയത്തിലൊന്നും വിശ്വസിക്കാതെ അവർ ക്യാമ്പസുകളെ ചോരക്കളമാക്കി ആളുകളെ കൊന്നു കൊലവിളിച്ച് ഇടിമുറികൾ പണിതുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അവരെ ശരിവെക്കുന്ന രീതിയിലാണ് ഇന്ന് CPM എന്ന മാതൃ പാർട്ടി മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ഈ പ്രവൃത്തി നമ്മോട് വിളിച്ചു പറയുന്നത്. SFI ഇങ്ങനെ ആവുന്നതിൽ നമുക്ക് യാതൊരു അത്ഭുതത്തിനും അവകാശമില്ല ഈ ഒരു സാഹചര്യത്തിൽ എന്ന് നിരീക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അക്രമത്തിലൂടെ ജനിച്ച് അക്രമത്തിലൂടെ വളർന്ന് അക്രമത്തിലൂടെ നിലനിൽക്കുന്ന അക്രമികളുടെ സംഘമാണ് CPM എന്ന വലിയ വിമർശനം അവർ കാലങ്ങളായി ഏറ്റുവാങ്ങി പോരാറുണ്ട്. ശരിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചു പോവുകയാണ്. പക്ഷേ ഇന്നിപ്പോ സർവകലാശാല വിസിക്ക് രജിസ്ട്രാർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്, ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. KSU നേതാവ് സാൻജോസിനെ ഇടിമുറിയിൽ കൊണ്ടുപോയിട്ടില്ല എന്നും ഹോസ്റ്റലിലെ 121 നമ്പർ മുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചില്ല എന്നും 121 നമ്പർ മുറി എന്ന് പറയുന്നത് റിസർച്ച് സ്കോളറിൻ്റെതാണ് എന്നൊക്കെയാണ് ഇന്നിപ്പോൾ അവരുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് സർവകലാശാല വിസിക്ക് നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വാർത്തകളും വിവാദങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.